ഹലോ ഗായ്സ്, ഇന്ന് ഞങ്ങൾ കാണാൻ ഇറങ്ങിയത് ദുബായിലെ ഡ്രാഗൺ മാർട്ടാണ്. ഇവിടേക്ക് കയറി വരുമ്പോൾ തന്നെ നല്ല ഭംഗിയുണ്ടായിരുന്നു. രണ്ട് സൈഡിലും നല്ല ഒരു ഓറഞ്ച് റെഡ് ലൈറ്റ് ഒക്കെ വെച്ചിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ആദ്യം തന്നെ ഞങ്ങൾ പോയത് വണ്ടി പാർക്ക് ചെയ്തിടാനാണ്. വണ്ടി പാർക്ക് ചെയ്തിട്ടിട്ട് ഞങ്ങൾ മോളിന്റെ ഉള്ളിലേക്ക് കയറാമെന്ന് വിചാരിച്ചു. ആദ്യം ഞങ്ങൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. ഇവിടെ തന്നെ പാർക്കിംഗ് സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഡ്രാഗൺ മാർട്ട് എന്ന് പറഞ്ഞാൽ പ്രീമിയം ചൈനീസ് ഐറ്റംസും എല്ലാ ടൈപ്പ് ചൈനീസ് ഐറ്റംസും എല്ലാം ഒരു കുടക്കീഴിൽ എന്ന് പറയുന്ന ഒരു ഇതാണ്. ആദ്യം തന്നെ ഞങ്ങൾ കയറിയത് കുറച്ച് പ്രീമിയം ആയിട്ടുള്ള സോഫ, അതുപോലെ തന്നെ മോഡൽ ബെഡ്റൂംസ്, അങ്ങനെയുള്ള ഒരുപാട് ഐറ്റംസ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. കിഡ്സ് ബെഡ്റൂം, കുറെ ടോയ്സ്, അങ്ങനെ അടിപൊളിയായിരുന്നു. കാണാൻ നല്ല രസമുണ്ടായിരുന്നു. ശരിക്കും ഒരു റിയൽ റൂം പോലെ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ഒരു റോബോട്ടിനെ കണ്ടു. പിന്നെ അങ്ങനെ ഞങ്ങൾ കുറച്ച് അവിടെ കറങ്ങി നടന്നു. ഞാനും ഹസ്ബൻഡും ആദ്യമായിട്ട് ഇവിടെ വരുന്നതുകൊണ്ട് തന്നെ ഇവിടെ മെയിൻ എൻട്രൻസ് പിന്നെയാണ് കണ്ടത്. അത് കഴിഞ്ഞിട്ട് ഒരു ഫൗണ്ടൈൻ ഒക്കെ കണ്ടു. കയറി വന്നപ്പോൾ ഒരു വലിയൊരു ചൈനീസ് സ്കൾപ്ചർ ഒക്കെ കണ്ടു. ആദ്യം ഞങ്ങൾ കയറി ഇതൊരു സ്റ്റേഷനറി ഷോപ്പാണ്. ഇത് തോക്കല്ല, ഇത് പേനയാട്ടോ. അതുപോലെ തന്നെ ഒരുപാട് ഐറ്റംസ് ഒക്കെ കണ്ടു. ഞാനിവിടെ മറ്റേ ആർട്ടിഫിഷ്യൽ നെയിൽസ് ഒക്കെ നോക്കുമായിരുന്നു. അതിന്റെ ഒരുപാട് കളക്ഷൻസ് ഒക്കെ ഇവിടെ ഉണ്ടായിരുന്നു. പിന്നെ കുറെ കീച്ചെയിന്. ഈ കീച്ചെയിൻ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു. നല്ല രസമുണ്ടായിരുന്നു ചുമ്മാ ഇങ്ങനെ നടക്കാൻ. ഇഷ്ടംപോലെ കടകളുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഒരു ലൈറ്റിന്റെ ഒരു ഷോപ്പിലെത്തി. അടിപൊളിയായിരുന്നു ഇവിടുത്തെ ലൈറ്റൊക്കെ. അതൊക്കെ വെറുതെ ഒന്ന് ജസ്റ്റ് ഒന്ന് കണ്ടു. ഞാൻ അതിന്റെ അകത്തൂടെയൊക്കെ ഒന്ന് വെറുതെ ഒന്ന് നടന്നു. എന്ത് ഭംഗിയല്ലേ, നല്ല ലൈറ്റിംഗ് ഒക്കെ. കുറെ നേരം നോക്കി നിന്നിട്ട് കണ്ണടിച്ച് പോയില്ല നിങ്ങൾ. പിന്നെ ഒരു സംഭവം കണ്ടു. ഇലക്ട്രിക്കലായിട്ട് ചാർക്കോൾ കത്തിക്കാൻ തോന്നുന്നു. നല്ല ഭംഗിയുണ്ടായിരുന്നു അത് കാണാനായിട്ട്. കൊള്ള സംഭവം. നമ്മുടെ കരിമ്പ്, അതുപോലെ തന്നെ ചക്കച്ചളയൊക്കെ ഞാൻ കണ്ടു. പക്ഷെ അതിന്റെ വീഡിയോ എടുക്കാൻ പറ്റിയില്ല. എവിടെ പോയാലും ഐസ്ക്രീം മസ്റ്റ് ആണല്ലോ. പാതിരാത്രിയാണ് ടൈം, എന്നാലും ഐസ്ക്രീം വിട്ടൊരു കളിയില്ല. അവിടെ നിന്ന് ഒരു ഐസ്ക്രീം മേടിച്ചു. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഓരോന്ന് മേടിച്ച് ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ അടിച്ച് എന്നിട്ട് അവിടുന്ന് വണ്ടി വിടാമെന്ന് വിചാരിച്ചു. ഈ ഏക്കർ കണക്കിന് കിടക്കുന്ന സ്ഥലത്തുനിന്ന് ഏതോ ഒരു എക്സിറ്റ് വഴി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങി. പക്ഷെ വണ്ടി കിടക്കുന്ന സ്ഥലവും ഞങ്ങൾ നിൽക്കുന്നത് നല്ല ദൂരം ഉണ്ടായിരുന്നു. കുറച്ച് നടന്നു. അങ്ങനെ ഇന്നത്തെ ഡ്രാഗൺ മാർട്ട് വിസിറ്റ് ഇവിടെ തീർന്നു. പോകുന്ന വഴിക്ക് അങ്ങ് ദൂരെ ബുർജ് ഖലീഫയും കണ്ടപ്പോൾ അതിന്റെയും കൂടെ ഒരു പിക്കും